നമസ്കാരം. ഗുജറാത്തിലെ അഞ്ചാമത്തെ വലിയ നഗരമായ ജാംനഗറിലാണുള്ളത്. ജാംനഗറിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ പോയി കാണുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ താമസ സൗകര്യത്തെ പറ്റി പറയാം. ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേന്റെ റിട്ടയർ റൂമിലാണ് താമസിക്കുന്നത്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് റിട്ടയർ റൂമൊക്കെ വരുന്നത്. അപ്പോൾ അതിന് പുറമേ ആയിട്ട് ഇവിടെയാണ് ജാംനഗർ എന്നുള്ള ഒരു നെയിം ബോർഡ് ഉള്ളത്. ആദ്യം തന്നെ കാണുന്നത് ഗുജറാത്തിയാണ്, പിന്നെ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. ഈ ഒരു മുന്നിൽ കാണുന്ന ലൈൻ നേരെ പോകുന്നത് ദ്വാരകയിലേക്കും ഓക്കയിലേക്കുമാണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് JAM എന്നാണ്, ജാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ റിട്ടയർ റൂമിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. നമുക്കിനിയിപ്പോൾ നേരെ കയറിപ്പോണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇവിടെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വരുന്നത്. പിന്നെ ഇവിടെ ടൈം ടേബിൾ ഉണ്ട് ഈ ജാംനഗറിൻ്റെ. നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്നറിയാം ഈ ഒരു സ്റ്റേഷൻ വഴി. ഒന്ന് ഓഖ എറണാകുളം എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഉണ്ട്. ഇതാ ജാംനഗർ തിരുനെൽവേലി, അതുപോലെ തന്നെ പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ്. ഈ 3 ട്രെയിനുകളാണ് ഈ സ്റ്റേഷൻ വഴി നമ്മുടെ കേരളത്തിലേക്ക് പോകുന്നത്. ഇനിയിപ്പം ഈ ഒരു കാണുന്ന വഴി നമുക്ക് നേരെ നമ്മുടെ റൂമിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇവിടെ നിന്ന് തിരക്കേ ഇല്ല കേട്ടോ, ടോട്ടലി എംപ്റ്റി ആയിട്ടാണ് ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം റിട്ടയറിംഗ് റൂംസ് ആൻഡ് ഡോർമെട്രി എന്ന്. ദേ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ നമുക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ആ സ്റ്റേഷൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ നമ്മുടെ റൂം വരുന്നത് റൂം നമ്പർ 3. നമ്മളുടെ റൂം ഇതാണ്. നല്ല വലിയ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം തന്നെയാണ്. പിന്നെ ഇത് AC റൂമാണ്. പിന്നെ 2 ബെഡുണ്ട്, പിന്നെ ഇവിടെ 2 ചെയർ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, വലിയൊരു TV ഉണ്ട്, ഒരു മിറർ ഉണ്ട്, പിന്നെ ഇവിടെ തന്നെ ഫാനും ഉണ്ട്. നല്ല 2 ട്യൂബുകളുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിലുള്ള നല്ലൊരു എന്താ പറയുക ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയും കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഹീറ്ററിൻ്റെ അവൈലബിൾ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ചൂടുവെള്ളമൊക്കെ കിട്ടും, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള മറ്റു വെള്ളവും കിട്ടും. ടോട്ടൽ ഒരു നല്ല അടിപൊളി, നല്ല സ്പേസ് ഉള്ള അടിപൊളി റൂം തന്നെയാണിത്. നമുക്ക് അവിടെ ഷെൽഫ് ഉണ്ട്, നമുക്ക് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എടുത്തു വെക്കാം. ഈ ഒരു ജാംനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂം നമുക്ക് 12 മണിക്കൂറും അവൈലബിൾ ആണ്, 24 മണിക്കൂറും അവൈലബിൾ ആണ്. നമ്മുടെ റെയിൽവേ റിട്ടയർ റൂം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ യാത്രക്കാർക്ക് ഉപകാരപ്പെടുക എന്ന രീതിയിലാണല്ലോ. ശരിക്കും അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ജാംനഗർ. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്നത് 24 മണിക്കൂറാണ്. അതായത് ഇന്നലെ രാത്രി 8 മണി ടു ഇന്ന് രാത്രി 8 മണി വരെ 24 മണിക്കൂർ സ്ലോട്ട്. അതിന്റെ പൈസ എന്ന് പറഞ്ഞാൽ AC ഡിലക്സ് റൂമിന് വെറും 570 രൂപ മാത്രമേ ഉള്ളൂ. ബുക്ക് ചെയ്ത് മനുവാണ്. അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക, പൈസ കണ്ടിട്ട് എന്തായാലും എന്തോ ഇതായി പോയി. അതായത് ഇവിടെ പുറത്തൊക്കെ റൂംസ് ഒക്കെ ഉള്ളത് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണ്. അത് നോൺ AC റൂമിനൊക്കെ 1200 രൂപയൊക്കെ വരുന്നുണ്ട്. 800 മുകളിലിട്ടാണ് പൈസ വരുന്നത്. പിന്നെ അതിന്റെ ചെക്ക് ഔട്ട് ചെക്കിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ റിട്ടയറിംഗ് ഉപകാരപ്രദമായത്. അതുപോലെ തന്നെ ഇവിടെ നോൺ AC ഉണ്ട്, അതിന് 450 രൂപ കണ്ടേ വരുന്നുള്ളൂ. ഡോർമെട്രി ഉണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഡോർമെട്രി നോക്കുന്നില്ല എന്ന് ചോദിച്ചു. എന്തോ അല്ല വരും. തീർച്ചയായും ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. കാരണം ഇത് ഏറ്റവും അടിപൊളിയാണ്. കാരണം ഒരു AC റൂമൊക്കെ 570 രൂപയ്ക്ക് 24 മണിക്കൂർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ, അതും ജാംനഗർ പോലെയുള്ള സ്ഥലത്ത്. അതെ. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങാനാവേ. ഇനിയുണ്ടല്ലോ നമുക്ക് ജാംനഗറിന്റെ കുറച്ച് പ്രദേശങ്ങളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് നടന്നിട്ടൊക്കെ പോവാം. ഇവിടെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് നമ്മുടെ ജാംനഗർ. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ജാംനഗർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ചയാണിത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ജാംനഗർ. ഇനിയിപ്പോ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രതാപ് വിലാസ് കൊട്ടാരത്തിലേക്കാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. നവീൻ മാപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ കാണുന്ന വഴിയാണ് പോകാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. അങ്ങ് അവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കോമോട്ടീവാണ് അവിടെ ഉണ്ട്. അത് ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇതുവഴി നേരെ നടന്നിട്ട് ആ ഒരു പാലസിൻ്റെ അടുത്തോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ജംഗ്ഷൻ ഭാഗമാണ്. ഇതിൻ്റെ മുകളിലേക്കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ ഒരു ലെഫ്റ്റിലേക്ക് ഇതുവഴി നേരെ പോവാം. ചെറിയൊരു സ്ട്രീറ്റാണിത്. വെജിറ്റബിൾസൊക്കെ വിൽക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഇവിടെ തന്നെ ഇതാ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കടയാണ്. എല്ലാം അവൈലബിൾ ആണ്. ഇതാ
ഇത് ഒരുപാടുണ്ട് കേട്ടോ, അങ്ങ് വരെ ഉണ്ട് ഇത്. ഇവര് കറക്റ്റ് ഇരിക്കുന്നത് ഈ ഒരു പാലത്തിന്റെ അടിയിലാണ്, അതുകൊണ്ട് വലിയ വെയിലുണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു റോഡ് അതാണ്, അവിടെ നിന്നാണ് ഇപ്പൊ വന്നത്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, അവിടുന്ന് ആ ഒരു ഭാഗത്തേക്കും വേറൊരു റൂട്ട് പോകുന്നുണ്ട്, ഇവിടത്തോട്ടും പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ്. ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് അധികം വലിയ കടകളൊന്നുമില്ല, ഹോട്ടൽസ് ആയാലും ഒന്നുമില്ല. കുറച്ച് നടന്ന് ഒരു 600 മീറ്റർ നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. ഞങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം ഇവിടെ. അത് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഗുജറാത്തി താലി കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് കിട്ടുന്ന വെച്ചാൽ അത് കഴിക്കാം അല്ലേ? അതെ അതെ, കിട്ടുന്നത് എന്താണോ വെച്ചാൽ അത് അല്ലേ കഴിക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ജാംനഗറില് അടിപൊളി വഴികളാണ്, അതായത് റോഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജാംനഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജാംനഗർ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയകൾ നമ്മുടെ ജാംനഗറിലുണ്ട്. അതുപോലെ തന്നെ നവനഗർ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു മുമ്പേ 1540 അതിൻ്റെ ക്യാപിറ്റലായിട്ടായിരുന്നു നമ്മുടെ ജാംനഗർ സ്ഥാപിതമായത്. ഈ ഒരു ഏരിയനെ പൊതുവെ സൗരാഷ്ട്ര എന്നൊക്കെ പറയാറുണ്ട്. കാരണം സൗരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളൊക്കെ സംയോജിച്ച സമാഹരിച്ച ഒരു സ്ഥലമായിരുന്നു. ഇപ്പം പിന്നെ ഗുജറാത്തിന്റെ ഭാഗമായി. ഇതാണ് ആ ഒരു കൊട്ടാരം വരുന്നത്. പക്ഷേ ഇതൊക്കെ ഇപ്പം അടച്ചിട്ടുള്ളത്, ക്ലോസ് ആണ്. ഇതിൻ്റെ അകത്ത് ആരും കയറുന്നുമില്ല, കയറിയതായിട്ട് ആരും കാണുന്നുമില്ല. അങ്ങ് അവിടെയാണ് ആ ഒരു പാലസ് വരുന്നത്. നല്ല രീതി അതിൻ്റെ അകത്ത് കയറി അതൊക്കെ കാണായിരുന്നു അല്ലേ നവി? ഒരു എന്താ പറയുക, നമ്മുടെ ഒരു യൂറോപ്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ്. നമ്മുടെ കൊൽക്കത്തയിലെ വിക്ടോറിയ ടെർമിനൽസിന്റെ മാതൃകയിലുള്ള അത്രക്കില്ലെങ്കിലും അതുപോലുള്ള ഒരു പഴയൊരു നിർമ്മിതിയാണ്. 2001 ഗുജറാത്ത് ഭൂകമ്പത്തിലും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച ഒരു പഴയൊരു നിർമ്മിതിയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ജാംനഗറിന്റെ ശരിക്കും ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റിയ ഒരു പാലസ് കൂടിയാണ്. പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും വല്ല വ്യൂ ഒന്നും കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറൊന്നും കാണാൻ പറ്റില്ല, ഈ വഴി തന്നെ നേരെ അതിൻ്റെ മറ്റൊരു സൈഡിലോട്ട് പോവാം. ഇവിടുന്ന് ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വേറെ ഒരു വലിയൊരു വ്യൂ ഒന്നും കിട്ടുന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാണാം. ഇതുവഴിയും അകത്തേക്ക് കയറാനുള്ള ഒരു ഗേറ്റ് ഉണ്ട്. പ്രതാപ് വിലാസ് കൊട്ടാരത്തിൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്നാണ് കിട്ടുക. ഇതിപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇത് ഒരുപാടുണ്ട്, ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുക. ഇതിൻ്റെ ആ നേരത്തെ ആ ഒരു ഇത് കാണിച്ചില്ലേ, അത് ഇതായിരുന്നു ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് ലൊക്കേഷൻ വെച്ച് പോവുകയാണ്. ഇനിയിപ്പം നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോവാം അല്ലേ? ബസ് സ്റ്റാൻഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദർബാർ ഘട്ട് എന്ന് പറഞ്ഞ ഒരു പ്രദേശം കാണാൻ വേണ്ടി പോവാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കേറിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ പോകാനുണ്ട്. 3 കിലോമീറ്റർ ഞങ്ങൾ മൊത്തത്തിലായിട്ട് നടക്കുന്നില്ല, നമുക്ക് ഓട്ടോ ആക്കിയിട്ടും പോവാം. കാരണം നമുക്കിപ്പോൾ ബസ് സ്റ്റാൻഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെയായി. ഇവിടെ തന്നെ ചെറിയൊരു ലേക്ക് ഉണ്ട്, പക്ഷെ ലേക്കിലൊന്നും വലിയ വെള്ളമൊന്നുമില്ല, മൊത്തത്തിൽ വറ്റി വരണ്ട് കിടക്കുക. അവിടെ എങ്ങാണ്ട് കുറച്ച് വെള്ളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങ് അവിടെയാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതുവഴി തന്നെ നടന്നിട്ട് പോവാം, തൊട്ടടുത്ത് തന്നെ ആയി. ഇതാണ് ബസ് സ്റ്റേഷൻ, ജാംനഗറിലത്തെ ബസ് സ്റ്റാൻഡ്. പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ഗുജറാത്തിലാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര പഴക്കം തോന്നിക്കുന്നൊരു ബസ്. ഇതാ നല്ല തിരക്കുണ്ട് ബസ് സ്റ്റേഷനിൽ. ദ്വാരക, ഓഖ, അങ്ങനെ പല ഭാഗത്തേക്ക്, രാജ്കോട്ട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ് ഇവിടെ അവൈലബിൾ ആണ്. GSRTC, ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് ബസ്സായത്. ഈ ഒരു ബസ് കണ്ട നല്ല രസമില്ലേ, GSRTC. ഗുജറാത്തി മാത്രമല്ല, ഒന്നിലും ഇംഗ്ലീഷ് പോലും ഇല്ല. അതാണ് നമുക്ക് നെയിം ബോർഡൊന്നും വായിക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ ഹോട്ടൽസ് പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ എവിടെയെങ്കിലും നോക്കാം, നമുക്ക് നല്ലൊരു ഹോട്ടലിനെ നോക്കി കയറണം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഗുജറാത്തി താലി തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവിടെ പോയി കഴിക്കാം. ഇതാണ് ഗുജറാത്തി താലി. ഇത് ഒരു പപ്പടമാണ്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ ഒരു 4 ചപ്പാത്തി ഉണ്ട്, പിന്നെ ഇത് ദാലാണ്, അതായത് നമ്മുടെ പരിപ്പ് കറി. പിന്നെ ഇവിടെ
കുറച്ച് വേറെയും കറികളൊക്കെ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല അല്ലേ നബി? ആലു മട്ടറാണിത്. പിന്നെ ഈ 2 കറികളുടെ പേരാണ് അറിയാത്തത്. അപ്പം ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണല്ലോ കഴിക്കുന്നത്. അതെ അതെ അതെ. റൊട്ടിയുണ്ട്, പിന്നെ അതിന്റെ സാലഡ് പോലത്തെ ഉള്ളി സംഭവങ്ങളും, പിന്നെ ഇത് മോര് തൈരല്ല മോര്. അപ്പം ഇതാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം. പിന്നെ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഉണ്ടാവുക ഈ ഒരു റൊട്ടി തന്നെയാണ്. പിന്നെ ഈ ഒരു റൈസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി ഇത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ പപ്പടം ഉണ്ട്, അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നാൽ പപ്പടം അധികമൊന്നും കഴിക്കാറില്ലല്ലോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതത് നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഫുഡ് തന്നെ കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെത്തിയിട്ട് ഗുജറാത്തി താലി അറിയാതെ വെച്ചത്. എന്തായാലും ആ ഒരു 100 രൂപക്കുള്ള എന്തായാലും ആ ഒരു ഫുഡിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടത്തേക്ക് ബസ് കയറി പോവുകയാണ്. GSRTC ഇതുവഴി നടക്കാം. ജാംനഗറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് ലക്കോഡ ലേക്ക്. ആ ലേക്കിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഒരുപാട് നടന്ന് കാണേണ്ടതായിട്ടുണ്ട്. നമുക്കിനിപ്പോൾ നേരെ അതിലൂടെ അങ്ങനെ നടന്ന് അതിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന്, അതായത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഇവിടെ നിന്ന് തന്നെ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ട്. ഇതുവഴി തന്നെ നമുക്ക് നടന്നിട്ട് പോവാം. ഞങ്ങൾ നേരത്തെ ഉണ്ടായത് അങ്ങ് അവിടെയാണ്. അവിടെ നിന്ന് ഇപ്പം നടന്നിട്ട് ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെ ആക്ടിവിറ്റീസൊക്കെ കുറവാന്ന് തോന്നുന്നു ഈ ഒരു ലേക്കിൽ. ബോട്ടിങ്ങൊക്കെ വേണമായിരുന്നു. ഈ ഒരു പൊരി വെയിലത്ത് തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കണ്ടാ. ഇതുമാത്രമൊന്നുമല്ല, അങ്ങ് അവിടേക്ക് ഉണ്ട് കുറേ എണ്ണം. നല്ല ചൂടല്ലേ, ചൂടത്ത് പിന്നെ ഇവറ്റകളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഒരു ആശ്വാസം. അടുത്തൊന്ന് ഇറങ്ങിയതാ പോവാണ്. ഇവിടെ ഒരു കൂട്ടം പ്രാവുകളത്രം ഇവിടെ തീറ്റ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിന്നുക. നമ്മളധികം അങ്ങോട്ട് പോകുന്നില്ല, കാരണം എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ പാറിപ്പോ. നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. മറ്റേളവിടെ നിന്ന് കഴിക്കട്ടെ. നമുക്കിനിയിപ്പോൾ ഈ ഒരു വഴി തന്നെയാണ് നടന്നിട്ട് പോകേണ്ടത്. ഈ ഒരു ലക്കോഡ ലേക്ക് തന്നെ ഒരു മ്യൂസിയം പാലസും ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ കയറണമെങ്കിൽ ചാർജ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇത്തവണ അതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നൊന്നുമില്ല. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അങ്ങ് ആ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്ക് അതുവഴി നേരെ അവിടത്തേക്ക് നടന്നു പോകാം. അടുത്തത് ഞങ്ങൾ പോകുന്നു ഇവിടുത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ ദർബാഗഡ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇപ്പം ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞങ്ങളുണ്ടല്ലോ നേരത്തെ പറഞ്ഞു നല്ല വെയിലാണ്, ഉച്ച സമയം ഭക്ഷണമൊക്കെ കഴിച്ച് ഓട്ടോ ആക്കി പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്താ ചെയ്യുക, ഓട്ടോ ആക്കി പോകുന്ന സമയത്തുണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ പറ്റണമെന്നില്ല. ഇപ്പം നടന്നു പോകുമ്പോഴാണ് ഇത് കണ്ടത്. അതുപോലെ തന്നെ എല്ലാം കാണുന്നില്ല, നടന്നു പോയാൽ എല്ലാം കണ്ടുകൊണ്ട് അങ്ങ് പോകാമല്ലോ. മാത്രമല്ല ഞങ്ങളെല്ലാം റെസ്റ്റ് ചെയ്താണ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം വരുന്നില്ല. ഒറ്റയടിക്കെല്ലാം മൊത്തത്തിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഒരു 600-700 മീറ്റർ നടക്കും, എവിടെയെങ്കിലും ഇരിക്കും, അങ്ങനെ നടക്കണം. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നേ ഇല്ല. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ഇടത് ഭാഗത്തേക്ക് നമുക്ക് നടക്കുന്നതിൽ ആകെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ. എത്ര കിലോമീറ്റർ വേണം നമുക്ക് നടക്കാം. വെയിൽ വന്നാലാണ് പെട്ടെന്ന് ടയേർഡാവുക. ഇനിയൊരു 800 മീറ്ററും കൂടെ ഉള്ളൂ. ഒരു ചെറിയൊരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടത് ഒരു പഴയൊരു കെട്ടിടം, അത് ഒരു ക്ലോക്ക് ടവർ. ഇവിടെ ഒരു മന്ദിറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജൈന ക്ഷേത്രമാണ്. ഇതിലൊരു ക്ഷേത്രം തന്നെയാണിത്. ഈ കാണുന്നതാണ് ദർബാർഗഡ്, അതായത് ഇവിടുത്തെ പഴയ രാജാവിൻ്റെ കൊട്ടാരമാണിത്. അതിനെയാണ് ദർബാർഗഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് ഇവിടെ തന്നെ ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് അവിടം വരെ ഉണ്ട്. ഈ ഒരു ദർബാർഗഡിന് 2001 ഭൂകമ്പത്തില് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് രജപുത്ര യൂറോപ്യൻ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അതുപോലെ നമുക്ക് ഇതുവഴി ഇതിൻ്റെ അകത്തേക്കൂടെ പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. സപ്പോർട്ടാണേ. ഇവിടെ ഇങ്ങനത്തെ ഒരു വഴിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണുന്ന ഇതൊക്കെ നല്ല വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണേ. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും.
ഇതൊക്കെയാണ് ഈ ഒരു ജാംനഗറിലത്തെ മെയിൻ ഒരു അട്രാക്ഷനായിട്ട് നിലനിൽക്കുന്ന ഭാഗങ്ങൾ. ഈ ഒരു ജാംനഗറിൽ 6 ലക്ഷത്തിന് മുകളിലാണ് ഇവിടുത്തെ ജനസംഖ്യ വരുന്നത്. അതുപോലെ തന്നെ ജാംനഗറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സിന്റെ കാര്യം കൂടെ പറയണം. ക്രിക്കറ്റിന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജാംനഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപാട് ടെസ്റ്റ് താരങ്ങളുണ്ട് ഇന്ത്യയുടെ. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ രവീന്ദ്ര ജഡേജ, അജയ് ജഡേജ, അതുപോലെ തന്നെ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ പറഞ്ഞ ജാംനഗർ. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ദുലീപ് ട്രോഫിയും രഞ്ജി ട്രോഫിയും നടക്കുന്നുണ്ട്. ആ ഒരു പേരുകൾ വന്നത് ജാംനഗറായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ജാംനഗറിലെ രാജകുമാരന്മാരുടെ പേരാണ് ആ പറഞ്ഞ ഒരു ടൂർണമെന്റിന് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ചിട്ട് നേരെ ഒരു ഓട്ടോ കയറി നേരെ പോകാം അല്ലേ? നേരെ അവിടെ നിന്ന് നടന്നു വന്നില്ല. ഇനിയിപ്പം ഇതേപോലെ തിരിച്ചു നടക്കാൻ ഒരു 4 കിലോമീറ്റർ ദൂരം ഉണ്ട്. അതെ, തീർച്ചയായും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പഴവും ഓറഞ്ചും അതൊക്കെ വാങ്ങി ഒരു ഓട്ടോ ആക്കി നേരെ പോവാം. സപ്പോട്ടയും പഴവും വാങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. 5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ 5 കിലോമീറ്റർ നടന്നിട്ടല്ലേ വന്നതല്ലേ? നമ്മൾ 5 കിലോമീറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് നടന്നത്. മെല്ലെ വന്നുകൊണ്ട് നമുക്ക് ഈ 5 കിലോമീറ്റർ പോകുന്നത് അറിഞ്ഞതേ ഇല്ല. ഏകദേശം ഒരു 3.5 മണിക്കൂറോളം എടുത്തു ആ ഒരു നടത്തത്തിന്. ടൈം എടുത്തിട്ടാണ് നമ്മൾ നടന്നത്. ഇനിയിപ്പം നേരെ പോവാം. ഇപ്പൊ പോകുന്നത് നമ്മൾ വന്ന വഴിയല്ല കേട്ടോ. ഇത് വേറെ ഏതോ ഒരു വഴിയാ. നമ്മൾ നടന്നു വന്നത് ഇങ്ങനത്തെ ഒരു വഴിയേ അല്ല. ഈ ചേട്ടൻ നല്ല ഡ്രൈവിംഗ് ആണ്, നല്ല പോക്കാ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഏകദേശം എത്താനായി. നമ്മൾ ആദ്യം കണ്ട ഒരു സ്ട്രീറ്റിലെ ഭാഗമില്ലേ, അവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നേരെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇത് ഇവിടെ തന്നെ കാണാം. 5.2 കിലോമീറ്റർ ഓട്ടോയിൽ വരാൻ വെറും 100 രൂപ. എന്തൊരു ചീപ്പാന്നറിയോ? അത് ഇവിടെ മാത്രമല്ല, ഈ ഒരു സൗരാഷ്ട്ര ഭാഗം, അതായത് ഓക്ക, ദ്വാരക, ഈ ഒരു ഭാഗം വഴിയൊക്കെ ഞങ്ങൾ ഓട്ടോയിൽ പോയപ്പോൾ ഈ ഒരു ചീപ്പ് റേറ്റ് തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു ജാംനഗർ എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യവസായ നഗരമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിച്ചള വസ്തുക്കൾ ഉൽപ്പാദിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് ഇവരുടെയൊക്കെ ബേസ് സ്റ്റേഷൻ ഉള്ളത് ഇവിടെയാണ്. ഈ ജാംനഗറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് മുകേഷ് അംബാനി. അതായത് വലിയൊരു ധനികനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ്. ആ റിലയൻസിൻ്റെ ഒരു മെയിൻ ഒരു സെൻറ്ററാണെന്ന് പറയാം ജാംനഗർ. ജാംനഗർ മുന്നേനേക്കാൾ ഒരുപാട് എന്താ പറയുക വികസനം. ജാംനഗറിൻ്റെ മുഖച്ഛായ മൊത്തം മാറ്റിയത് വേണമെങ്കിൽ മുകേഷ് അംബാനി എന്ന് പറയാം. കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയുള്ളത് ജാംനഗറിലാണ്. അതുകൊണ്ട് തന്നെ ജാംനഗർ അറിയപ്പെടുന്നത് വേൾഡ്സ് ഓയിൽ സിറ്റി എന്നാണ്. അതായത് ലോകത്തിലെ എണ്ണ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ റിലയൻസിൻ്റെ കമ്പനിയിൽ തന്നെ റിഫൈനറികളുണ്ട് ഈ പറഞ്ഞ ജാംനഗറിൽ, ക്രൂഡ് ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ ചിത്രീകരിക്കുന്ന ഇതിന് മുന്നേ ഒരു 2 മാസം മുന്നെയാണ് നമ്മുടെ മുകേഷ് അംബാനിൻ്റെ മകൻ്റെ വിവാഹം ഈ ജാംനഗറിൽ വെച്ചിട്ട്. ഇവർ സ്വകാര്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. അത് യൂട്യൂബിലും മാധ്യമങ്ങളിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഈ പറഞ്ഞ നമ്മളെ മനു ധനികന്മാരൊക്കെ തീർച്ചയായും, അതായത് ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗ് അടക്കം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അത് ജാംനഗറിലാണ്. ഈ പറഞ്ഞ അവർക്കുണ്ടല്ലോ, ഈ നമ്മുടെ അംബാനി ഇവർക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു 35 ജാംനഗർ നമ്മൾ ഇവിടുന്ന് 35 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു റിലയൻസ് ഗ്രീൻസ് പറഞ്ഞ ഒരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മൃഗശാല അവർ എന്താ പറയുക കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ മാറിയിട്ട്. അതാണ് ഈ പറഞ്ഞ ജാംനഗറിന് ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് വ്യവസായം. ഇതിന് പുറമെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ ജാംനഗറെ മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരിക്കലും മുകേഷ് അംബാനി ഒരു ധനികനാണെങ്കിൽ കൂടി അദ്ദേഹം കൊണ്ടുവന്ന റിലയൻസിന്റെ ആ ഒരു മാറ്റം നമുക്ക് എന്തായാലും എടുത്തു പറയണമല്ലോ. തീർച്ചയായും. അപ്പം എന്താ പറയുക, ഈ ഒരു ജാംനഗറിന്റെ ചെറിയൊരു വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. അത് തന്നെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ താമസ സൗകര്യം ഇത് തന്നെയാണ് ഏറ്റവും നല്ല കംഫർട്ടാണ്. നമുക്ക് നല്ല AC ഉണ്ട്, നല്ല ഡീലക്സ്, ചെറിയ പൈസക്ക് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റിയതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെ പുരാതനമായ ജാംനഗറിന്റെ കുറച്ച് ചരിത്രവും
അവസാനം പറഞ്ഞ ആ ഒരു മാറ്റം കൊണ്ടുവന്ന് വന്ന അംബാനിന്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തി താലി, അതെ, താലിന്റെ കാര്യം എടുത്ത് പറയണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ.